ആരാധന സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:26 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ ജോർദാനിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നപ്പോൾ ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, അവൻ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ യേശു വെള്ളത്തിൽ നിന്ന് കയറി. ഇപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാബല്യത്തിൽ ഇറങ്ങി വരുന്നവൻ കണ്ടു. ഇവൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. അമദീസ വഴി ദൈവപുത്രി അനുശനെ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രിയാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ശുദ്ധാത്മാവിനെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശ്രയകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും ആകുവിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവരുടെ മാതാപിതാക്കൾ ജ്ഞാനസ്നാനം മാതാപിതാക്കളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിവായുടെ സഭ മുഴുവൻ്റെയും തലവനായ മാർ ഫ്രാൻസിസ് പാപ്പ